നമസ്കാരം. നെക്സ്റ്റ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി പട്ടിത്തടത്ത് വീടിന് നേരെ ആക്രമണം. കാട്ടകാമ്പാൽ ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമെന്ന് പരാതി. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വിതരണം ചെയ്തു. കാഞ്ഞിരത്തിങ്കൽ SC കോളനിയിലെ കുടുംബങ്ങൾക്ക് തൊഴിലിനാവശ്യമായ കയറുകൾ നൽകി CPM. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകി. തുടർച്ചയായി പൈപ്പ് പൊട്ടുന്നു, കുടിവെള്ളം പാഴാകുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. കേന്ദ്ര സർക്കാരിന്റെ വയറിംഗ് തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. വാർത്തകൾ വിശദമായി. പഴഞ്ഞി പട്ടിത്തടത്ത് വീടിന് നേരെ ആക്രമണം. പഴഞ്ഞി പട്ടിത്തടത്ത് വീടിന് നേരെ ആക്രമണം. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലകൾ തകർന്നു. പട്ടിത്തടം നൊണ്ണമ്പുള്ളി വീട്ടിൽ ഷാജഹാന്റെ വീടിന് നേരെയാണ് കല്ലേറ് നടന്നത്. ഇന്ന് പുലർച്ചെ 5ഓടെയാണ് ആക്രമണം നടന്നതെന്ന് ഷാജഹാൻ പറഞ്ഞു. ഷാജഹാനും കുടുംബവും കിടന്നിരുന്ന മുറിയുടെ ജനാലുകളാണ് തകർന്നിരിക്കുന്നത്. അയ്യൂരിൽ മോപ്പ് കമ്പനി നടത്തുന്ന ഷാജഹാൻ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് കമ്പനിയിൽ നിന്നും ഒരാളെ പിരിച്ചുവിട്ടിരുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അതായത് നമ്മുടെ വീട്ടില് ഏകദേശം പുലർച്ചെ 5 മണിക്കാണ് എറിഞ്ഞത്. ഈ കല്ലുകൊണ്ടാണ് എറിഞ്ഞത്. ഞാനും കൊച്ചും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചിന് മുഖത്ത് ചില്ലൊക്കെ കയറി ചെറിയ പരിക്കുകളുണ്ട്. അതിനുശേഷം നമ്മൾ കുന്നോളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് നോക്കി പോയായിരുന്നു. നമ്മൾ ഏകദേശം ആ സമയത്ത് ഒരാൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആളെ സംശയാസ്പദമായി കണ്ട കാരണം അതും കൂടി നമ്മൾ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പോലീസിന്റെ കയ്യിലാണ്. കാട്ടകാമ്പാൽ ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമെന്ന് പരാതി. രാത്രിയുടെ മറവിൽ കാട്ടകാമ്പാൽ ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമെന്ന് പരാതി. ഇത് സംബന്ധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ കുന്നംകുളം പോലീസിന് പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്ര മൈതാനത്ത് സാമൂഹ്യ വിരുദ്ധർ സമിതി സെക്രട്ടറിയെ ആക്രമിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രാചാരത്തിന് വിരുദ്ധമായതും ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് ശല്യം ചെയ്യുന്നതുമായ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടികൾ കൈക്കൊള്ളണമെന്ന് സംരക്ഷണ സമിതി പ്രസിഡന്റ് രജീഷ് കൃഷ്ണൻ, സെക്രട്ടറി സദാനന്ദൻ, വിജയൻ എന്നിവർ ആവശ്യപ്പെട്ടു. കുറച്ച് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് കാട്ടകാമ്പാൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പോലീസിൽ മദ്യവിൽപ്പന, മറ്റുള്ള ലഹരി വസ്തുക്കളുടെ അമിതമായ വിൽപ്പനകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പോലീസ് അന്വേഷിച്ചു. പക്ഷേ അതിന്റെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതെന്ന പോലെ ഇന്നലെ സെക്രട്ടറിയുടെ നേർക്ക്, കാട്ടകാമ്പാൽ ക്ഷേത്ര ഭരണ സമിതി സെക്രട്ടറിയുടെ നേർക്ക് ആക്രമണം ഉണ്ടായി. പിന്നെ ഭീഷണികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇപ്പോൾ ഇന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായൊരു ഇതും ഇന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ന് കാലത്ത് ഭരണസമിതി ചേർന്ന് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വിതരണം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണം നടത്തി. കാട്ടകാമ്പാൽ കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ അധ്യക്ഷനായി. രണ്ടാം ഘട്ടമായി 102 ഗുണഭോക്താക്കൾക്കാണ് 9 കോഴികളെ വീതം 918 കോഴികളെ വിതരണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ 113 ഗുണഭോക്താക്കൾക്ക് 1017 കോഴികളെ വിതരണം ചെയ്തിരുന്നു. വെറ്റിനറി ഡോക്ടർ സിൻസി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, KS സിന്ധു, MS മണികണ്ഠൻ, ബബിത ഷാജൻ, ഷീജ സുഗതൻ, ഖദീജ ഹസൻ, ബിന്ദു മനോഹരൻ എന്നിവർ സംസാരിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മുട്ടക്കോഴി വിതരണം രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പദ്ധതി ഒരുക്കുമ്പോൾ കേവലം ഒരു വീട്ടിൽ മാത്രമായി കോഴി വളർത്തൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ
ഇതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കാഞ്ഞിരത്തിങ്കൽ SC കോളനിയിലെ കുടുംബങ്ങൾക്ക് തൊഴിലിന് ആവശ്യമായ കയറുകൾ നൽകി CPM. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ SC കോളനിയിലെ കുടുംബങ്ങൾക്ക് അവരുടെ പരമ്പരാഗത തൊഴിലിന് ആവശ്യമായ കയറുകൾ വിതരണം ചെയ്തു. CPM കാഞ്ഞിരത്തിങ്കൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് കയറുകൾ വിതരണം ചെയ്തത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി പ്രവർത്തന തുടക്കത്തിന്റെ ഭാഗമായി കോളനിയിലെത്തിയപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പരാതികൾ പറഞ്ഞിരുന്നു. തുടർന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് കയർ എത്തിക്കുന്നതിന് CPM പ്രവർത്തകർ തീരുമാനമെടുക്കുകയായിരുന്നു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ കുടുംബങ്ങൾക്ക് കയറുകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ അധ്യക്ഷനായി. CPM കാഞ്ഞിരത്തിങ്കൽ ബ്രാഞ്ച് സെക്രട്ടറി AP രാധാകൃഷ്ണൻ, പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, CPM മൂലേപ്പാട് ബ്രാഞ്ച് സെക്രട്ടറി KS വിൽസൺ, നേതാക്കളായ CP ഷാജൻ, MK ജയൻ, AK ദേവൻ, മനോജ് C ബേബി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ജീവിതം സുരക്ഷിതാക്കാൻ വേണ്ടി പാർട്ടി മുൻകൈയെടുത്തുകൊണ്ട് ഇത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിച്ചു. അതിന് നേതൃത്വം നൽകിയ പാർട്ടി പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യാം. പരമ്പരാഗതമായി നമ്മൾ ശീലിച്ചു പോന്ന ഒരു രീതിയിൽ നിന്നും പുതിയ കാലത്തെ പുതിയ സാഹചര്യത്തിനനുസരിച്ച് തൊഴിലിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അപ്പൊ ആ തൊഴിലിന്റെ സ്വഭാവം മാറിയതിനനുസരിച്ച് അതിന് മൂലധനം കൂടുതൽ വേണ്ടി വരിക. അതാണ് പ്രശ്നം. അപ്പോ ഒരു തൊഴിൽ സംവിധാനത്തിനാവശ്യമായ റോ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ നമ്മൾ പോയി കൊടുക്കുന്നത്. അതിന്റെ അസംസ്കൃത വസ്തുവാണ്. ഇത് വ്യാവസായിക ഉൽപ്പന്നമായിട്ട് മാറുമ്പോൾ ആ കട്ടിലുമ്മ കിടക്കുന്ന സാധനമായി ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിനാവശ്യമായ തരത്തിൽ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി കൊടുത്തവരെ അഭിനന്ദിക്കുന്നു. ഇത് പൂർണ്ണമായും ഈ തൊഴിൽ സംരംഭം നിലനിർത്തുന്നതിനാവശ്യമായ മൂലധനമായി ഇതിനെ മാറ്റണം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾക്കായുള്ള ഓൺലൈൻ ക്ലാസുകൾക്ക് തുടക്കമായി. 13, 14, 15, 16 തീയതികളിലായിട്ടാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ക്ലാസുകൾ നൽകുന്നത്. ഇന്ന് പഞ്ചായത്ത് രാജ് ചരിത്രവും വളർച്ചയും എന്ന വിഷയത്തിൽ T ഗംഗാധരനും പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ PV രാമകൃഷ്ണനും പഞ്ചായത്തിന്റെയും അംഗങ്ങളുടെ ചുമതലകളും ഉത്തരവാദിത്തത്തിലും C നന്ദകുമാറും ക്ലാസുകൾ നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശാരദ മുരളീധരൻ IAS ഓൺലൈൻ ക്ലാസിന് അധ്യക്ഷത വഹിച്ചു. കില ജനറൽ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൻ ക്ലാസിന് സ്വാഗതം പറഞ്ഞു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ക്ലാസിനെ അസിസ്റ്റന്റ് സെക്രട്ടറി TM ഷാനിവ, പ്രസിഡന്റ് ES രേഷ്മ, വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. തുടർച്ചയായി പൈപ്പ് പൊട്ടുന്നു, കുടിവെള്ളം പാഴാകുന്നു. കടങ്ങോട് എരുമപ്പെട്ടി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ച ആൽത്തറ പുത്തൻകുളം റോഡിലെ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. മേഖലയിൽ പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുകയാണ്. പെരുമ്പിലാവിന് സമീപം പുത്തൻകുളത്ത് ഒരാഴ്ച മുമ്പ് പൈപ്പ് പൊട്ടിയിരുന്നു. എന്നാൽ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ഇതുവരെ നടത്തിയിട്ടില്ല. ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. പൈപ്പ് പൊട്ടിയ മേഖലയിൽ റോഡ് തകരുന്ന അവസ്ഥയാണ്. ഇത് അപകട ഭീഷണി ഉയർത്തുന്നു. ഇതിനു പുറമെ റോഡ് പണിയുടെ ഭാഗമായി നടക്കുന്ന കലുങ്ക് നിർമ്മാണവും എങ്ങുമെത്തിയില്ല. കലുങ്കിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നത് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ സമരം നടത്തിയിരുന്നു. കടങ്ങോട് എരുമപ്പെട്ടി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പല ഭാഗങ്ങളിലും റോഡും കാണയും പൊളിച്ചിട്ടിരിക്കുന്നതും യാത്രയ്ക്ക് തടസ്സമാകുന്നുണ്ട്. റോഡ് പണി നടക്കുന്നത് മൂലം ബസ് റൂട്ടും 10 മാസമായി നിർത്തിവച്ചിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി ഇടയ്ക്കിടെയുണ്ടാകുന്ന പൈപ്പ് പൊട്ടലിന് പരിഹാരം കാണുകയും റോഡ് പണി ഉടൻ പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1.5 സെന്റ് സ്ഥലവും 2 റൂമുണ്ട്. അവിടെയാണ് ഇപ്പൊ ഈ അങ്കക്കെട്ട് കാട്ടുന്ന കുളം പോലെ. വീട്ടിക്ക് കയറാൻ പറ്റുന്നില്ല. ആരും വരുന്നില്ല. കാര്യത്തിനൊന്നും എന്താ വേണ്ടത് ഞങ്ങൾക്കറിയില്ല. പെരടടിയിലേക്കൊക്കെ വെള്ളം പോയി. അപകടം തന്നെ എപ്പോഴും ഉണ്ടാവുന്നു. ഈ പൈപ്പ് പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളമായി. ഇത് കഴിഞ്ഞ ശനിയാഴ്ച മുതലായി തുടങ്ങിയുള്ളതാണ്. ഇതുവരെ പണിക്കാർ ആരും വിളിച്ചാലും ആരും വരില്ല, വണ്ടിക്കാരും വരില്ല. പിന്നെന്ത് ചെയ്യാനാ? ജനങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെടും. പിന്നെ
ഈ അടുത്ത വീടിന്റെ പെരയുടെ അടിയിലേക്കാരെ വെള്ളം താഴ്ന്നു പോകുന്നു. ഈ 1 സെന്റ് 1.5 സെന്റൊക്കെ ഉള്ള ആൾക്കാരുടെ വീട്ടിൽ എന്താ ചെയ്യാൻ? പുറത്തേക്ക് പോകും, ബിൽഡിംഗ് സ്ഥലം ഉണ്ടാവില്ല. അവർ ഈ വെള്ളം വന്ന് റോഡിൽ നീതി കൂട്ടാനും പറ്റാതെ എന്തില് ജനങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. വികസനകാര്യ ചെയർമാനായി PJ ജ്യോതിസ്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാനായി PC കുഞ്ഞൻ, ക്ഷേമകാര്യ ചെയർപേഴ്സണായി അഖില മുകേഷ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വിദ്യാഭ്യാസം, ക്ഷേമകാര്യം, വികസനം തുടങ്ങിയ സമിതികളിൽ കോൺഗ്രസ് അംഗങ്ങൾക്ക് അംഗത്വമുണ്ട്. ഏക BJP അംഗം ധനകാര്യ സമിതിയിൽ ആണ് ഉള്ളത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. വികസനകാര്യം ചെയർമാനായി പ്രഭാത് മുല്ലപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാനായി ജയകുമാർ പോളക്കൽ, ക്ഷേമകാര്യ ചെയർപേഴ്സണായി ബിന്ദു ധർമ്മൻ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. UDF അംഗങ്ങൾക്ക് അംഗത്വമുള്ള വികസനം, ക്ഷേമകാര്യം സ്ഥിരം സമിതികളിലേക്ക് രാജേഷ്, നിഷ എന്നിവർ മത്സരിച്ചു. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. കുന്നംകുളം നഗരസഭയിലെ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. കുന്നംകുളം നഗരസഭയിലെ തിങ്കളാഴ്ച സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കും. ക്ഷേമകാര്യ സമിതിയിൽ CPM അംഗങ്ങളായി ഷീജ ഭരതൻ, പ്രവീണ ഭവേഷ്, PK ഷബീർ എന്നിവരും, കോൺഗ്രസ് അംഗങ്ങളായി മിഷ സെബാസ്റ്റ്യൻ, ബിജു സി ബേബി, ലീല ഉണ്ണികൃഷ്ണൻ, മിനി മോൻസി എന്നിവരും, BJP അംഗങ്ങളായി ഗീത ശശി, ബിനു പ്രസാദ് എന്നിവരുമാണ് തെരഞ്ഞെടുത്തത്. വികസനകാര്യ സമിതിയിൽ PM സുരേഷ്, സജിനി പ്രേമൻ, രജി ബിജു, VK സുനിൽകുമാർ എന്നിവർ CPM അംഗങ്ങളും, ദിവ്യ വിജേഷ് BJP അംഗവും, സന്ദീപ് ചന്ദ്രൻ RMP അംഗവുമാണ്. പൊതുമരാമത്ത് സ്ഥിരം സമിതി അംഗങ്ങളായി പ്രിയ സജീഷ്, AS സനൽ, TB ബിനീഷ്, ഷക്കീന മിൻസ എന്നീ CPM അംഗങ്ങളും, സോഫിയ ശ്രീജിത്ത് BJP അംഗവും, പ്രസുന്ന രോഹിത് കോൺഗ്രസ് അംഗവും തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യ സ്ഥിരം സമിതിയിലേക്ക് പുഷ്പ മുരളി, സജീവൻ, വിനോദ് എന്നീ CPM അംഗങ്ങളും, സ്വതന്ത്ര അംഗം സോമശേഖരൻ, രേഖ സജീവ് BJP, ലബീബ് ഹസൻ കോൺഗ്രസ് എന്നിവരും, ധനകാര്യ സ്ഥിരം സമിതിയിൽ സിൻസി ജോർജ്, AS സുജീഷ് എന്നിവർ CPM അംഗങ്ങളും, സിഗ്മ രജീഷ് BJP അംഗവും, ബീന രവി, വിജു സലിം RMP അംഗങ്ങളുമായിട്ടാണ് തെരഞ്ഞെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ വയറിംഗ് തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന്റെ വയറിംഗ് തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITU പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി
കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. സമരം CITU കുന്നംകുളം ഏരിയ പ്രസിഡന്റ് PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് PM മോഹനൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി KS നാരായണൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി പ്രേമ വത്സരൻ, വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, ട്രഷറർ KP വില്യംസ് എന്നിവർ സംസാരിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമല്ല, മറിച്ച് ആ ജനവിഭാഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരങ്ങൾക്ക് ഏറെ തീവ്രതയുണ്ട്, വളരെ കാഠിന്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരം അത് ജീവൻ മരണ പോരാട്ടമായി കർഷകർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി പട്ടിത്തടത്ത് വീടിന് നേരെ ആക്രമണം. കാട്ടകാമ്പാൽ ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമെന്ന് പരാതി. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വിതരണം ചെയ്തു. കാഞ്ഞിരത്തിങ്കൽ SC കോളനിയിലെ കുടുംബങ്ങൾക്ക് തൊഴിലിന് ആവശ്യമായ കയറുകൾ നൽകി CPM. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകി. തുടർച്ചയായി പൈപ്പ് പൊട്ടുന്നു, കുടിവെള്ളം പാഴാകുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. കേന്ദ്ര സർക്കാരിന്റെ വയറിംഗ് തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.